ഒപ്പം രോഹിണി ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം. തിരുവനന്തപുരത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും BJP നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട്. പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു സീറ്റിൽ BJP വിജയിച്ചിട്ടുണ്ട്. അതിയന്നൂർ ബ്ലോക്കിൽ NDA 3 വിജയിച്ചിരിക്കുന്നു. നേമം ബ്ലോക്കിൽ 5 BJP വിജയിച്ചിരിക്കുകയാണ്. പോത്തൻകോട് 2, വെള്ളനാട് ഇല്ല, നെടുമങ്ങാട് ഇല്ല. ഓക്കെ, അപ്പോൾ BJP ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചിറയൻകീഴിൽ 4 വർക്കലയിൽ 2. അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 7ഓളം വാർഡുകൾ ചേരുന്നതാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഉൾപ്പെടെ BJP മികച്ച പ്രകടനം വലിയ രീതിയിലുള്ള ഒരു പ്രബല ശക്തിയാണ്. അതോടൊപ്പം ഗൗതം, നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ LDF ഏറ്റുവാങ്ങിയ ഒരു പരാജയം, കനത്ത തിരിച്ചടി അല്ലെ. ഒരു പക്ഷേ ഇതൊക്കെ ഭരണ നേട്ടങ്ങളെ മുൻനിർത്തി കാണിക്കും എന്നൊക്കെയുള്ള അവകാശവാദങ്ങളായിരുന്നു. മൂന്നാമതും ഞങ്ങൾ വരും എന്നൊക്കെയുള്ള അവകാശവാദങ്ങളായിരുന്നു. പക്ഷേ പാടയെ തകർന്നടിയുന്ന ഒരു കാഴ്ച തന്നെയല്ലേ കാണാൻ കഴിയും. ഉറപ്പായിട്ട് ശബരിമല സ്വർണ്ണ കവർച്ചയൊക്കെ എല്ലാ അർത്ഥത്തിലും റിഫ്ലക്ട് ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന്റെയൊക്കെ വലിയ അനന്തരഫലം ഇപ്പോൾ CPM-ഉം സംസ്ഥാന സർക്കാരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭരണവിരുദ്ധ വികാരം തന്നെയാണിത്. സാധാരണയായി അടുത്ത കാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം LDF-നായിരുന്നു കേരളത്തിൽ മുന്നേറ്റം. അത് കഴിഞ്ഞ തവണ മാത്രമല്ല, അതിന് മുൻപും അങ്ങനെയായിരുന്നു. പക്ഷേ ഈ സർക്കാർ മറ്റൊരു നിർണായകമായ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്ന ഘട്ടത്തിൽ 4 മാസങ്ങൾ കഴിഞ്ഞൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് വരാനിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു. അത് ഒരു മൂന്നാമത്തെ ശക്തിക്ക് അനുകൂലമായി കാര്യങ്ങൾ എത്തുന്നു. BJP ഒരു പ്രബല ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ഈ LDF-ന്റെ അല്ലെങ്കിൽ CPM-ന്റെ മുതിർന്ന നേതാക്കളൊക്കെ കൈയാളുന്ന പല കോട്ടകളും തകർന്നടിയുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഉറപ്പായിട്ട് AKG സെന്റർ ഇരിക്കുന്ന വാർഡിൽ പോലും CPM പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് മാത്രമല്ല രോഹിണി, കൊല്ലത്തൊക്കെ BJP നടത്തിയിരിക്കുന്ന മുന്നേറ്റം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലും 10-ലധികം സീറ്റുകൾ കൊല്ലം കോർപ്പറേഷനിൽ BJP പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഇടതിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. RSP പോലെയുള്ള മറ്റ് പ്രാദേശിക കക്ഷികളുടെ സ്വാധീന കേന്ദ്രമായിരുന്നു BJP. ഈ കൊല്ലം ജില്ലയിലൊക്കെ അടുത്ത കാലത്താണ് ഈ രീതിയിൽ വേരുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം തുടർച്ചയായി 2 തവണ 2016-ലും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ 2ാം സ്ഥാനത്ത് എത്തുകയാണ്. VB ഗോപകുമാർ എന്ന BJPയുടെ പഴയ കൊല്ലം ജില്ലാ അധ്യക്ഷനാണ്. അപ്പോൾ അങ്ങനെ തുടർച്ചയായി സ്വാധീനമില്ലാത്ത മേഖലകളിലേക്ക് ഇപ്പോൾ ആലപ്പുഴ ജില്ല, ചെങ്ങന്നൂരിലൊക്കെ BJP നടത്തിയിരിക്കുന്ന വളരെ നിർണായകമായ. അത് മാത്രമല്ല ഗൗതം, ഞാനിവിടെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നേരത്തെ പറഞ്ഞു കൊല്ലത്തെ ഒരു സ്വാധീനം നേരത്തെ LDF-ന് ഉണ്ടായിരുന്നത്. എപ്പോഴും ഈ തൊഴിലാളി വർഗത്തെ, അടിസ്ഥാന വർഗത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവരിങ്ങനെ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ അഹോരാത്രം പ്രയത്നിക്കുന്നത് എന്നൊക്കെയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു തിരിച്ചടിയെ കൂടി നമുക്ക് വിലയിരുത്തേണ്ടതല്ലേ. കാരണം കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുണ്ടാകുന്ന ആ തിരിച്ചടി ഉറപ്പായിട്ടും അത് തന്നെയാണ് രോഹിണി. അതായത് BJP പരമ്പരാഗതമായി സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ തിരുവനന്തപുരവും കാസർഗോഡും BJPക്ക് മുൻപും സ്വാധീനമുണ്ട്. അത് ഇരട്ടിയായി. അതാണ് നമ്മൾ ഇന്ന് കോർപ്പറേഷൻ വിജയത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഘട്ടം ഘട്ടമായി ആ സ്വാധീനം കൂടുകയായിരുന്നു. പക്ഷേ രോഹിണി സൂചിപ്പിച്ചതുപോലെയാണ് കൊല്ലം, ആലപ്പുഴ എന്നൊക്കെ പറയുന്നത് ഇടത് കേന്ദ്രങ്ങളായിരുന്നു. ആലപ്പുഴയൊക്കെ ഈ കയർ തൊഴിലാളികളുടെ ഇടയിൽ, മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലൊക്കെ തെറ്റായ പ്രചരണം നടത്തിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ വർഷങ്ങളോളം അവരെ പറ്റിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ കൃത്യമായ സൂചനയാണ് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നടത്തിയ പ്രകടനവും V മുരളീധരൻ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ നടത്തിയ പ്രകടനവും അതിന്റെ കൃത്യമായ ദിശാസൂചിക നൽകുന്നതായിരുന്നു. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയം കൃത്യമായ ദിശാസൂചികയായിരുന്നു. പക്ഷെ അതിൽ നിന്നും കൃത്യമായ പാഠം ഉൾക്കൊള്ളാൻ ഇടത് വലത് മുന്നണികളും കേരളത്തിലെ മറ്റു മാധ്യമങ്ങളും തയ്യാറായിരുന്നില്ല. അത് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സിനിമാ സ്റ്റാറിന്റെ വിജയം മാത്രമാണ് എന്ന രീതിയിൽ പറഞ്ഞൊതുക്കാൻ ശ്രമിച്ച സ്ഥലത്താണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഭരണം പിടിച്ചുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു മുന്നേറ്റം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ രോഹിണി, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പഞ്ചായത്തുകളുടെ എണ്ണം, അതായത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഒറ്റ ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് BJP ഭരണത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നിപ്പോൾ 6 പഞ്ചായത്തിലേക്ക് BJP തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും എത്രത്തോളം വലിയ മുന്നേറ്റമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിൽ തർക്കമില്ല. കൊച്ചി കോർപ്പറേഷന്റെ കണക്കുകൾ കൂടി വരുന്നുണ്ട്. അവിടെ UDF-ന് അനുകൂലമായിട്ട് LDF-ൽ നിന്നും UDF പിടിക്കുകയാണ്. 47 സീറ്റുകൾ കൊച്ചി കോർപ്പറേഷനിൽ UDF പിടിച്ചിരിക്കുന്നു. LDF 22, NDA അവിടെ 6 സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും കൊച്ചി കോർപ്പറേഷനിൽ ഒരു കോൺഗ്രസ് വിമതൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതെ.
യെസ്, എന്തായാലും ആകെത്തുകയായി നോക്കുമ്പോൾ കേരളത്തിൽ BJPക്ക് അനുകൂലമായ വലിയ തരംഗം കേരളത്തിലൊട്ടാകെ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കോർപ്പറേഷനും വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും ഉൾപ്പെടെ BJP നടത്തിയിരിക്കുന്ന മുന്നേറ്റമാണ് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ്. ഒരു കോർപ്പറേഷൻ പിടിക്കുക എന്ന് പറയുമ്പോൾ ലോഹളി വിവിധ നിയമസഭാ സീറ്റുകൾ പിടിക്കുന്നതിന് തുല്യമായ വിജയമാണ്. അതെ അതെ, കാരണം അത് മാത്രമല്ല, കൃത്യമായ ഒരു വിലയിരുത്തൽ ആ പ്രദേശത്തുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ആ ജില്ലയിൽ. കാരണം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളുടെ, അത് എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തുന്നുണ്ട്, നഗര ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഒരു മാറ്റത്തിന്റെ ചിന്താഗതി കൂടെ ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ വളരെ വലിയൊരു വിജയമാണ്. തുടക്കം മുതൽ തന്നെ നമ്മൾ ആ ലീഡ് നില കണ്ടതാണ്. വളരെ നിർണായകമായ ഒരു വിജയത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നീങ്ങുമ്പോൾ നാളിതുവരെ ഇടതും വലതും പറഞ്ഞുകൊണ്ടിരുന്ന അവകാശവാദങ്ങളൊക്കെ തെറ്റാണ്, പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന നല്ല ഭൂരിപക്ഷത്തോടെയാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കുള്ള ചെറിയ സങ്കടം തൊട്ടടുത്ത കുന്നാവ്, കൊറ്റാളി, അതുപോലെ തന്നെ പയ്യാമ്പലവും നമ്മൾ ജയിക്കേണ്ടതായിരുന്നു. ചെറിയ വോട്ടിനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ വിജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആവേശകരമാണ്. ഈ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടക്കൊത്തളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണം നോക്കിയിട്ട് പഠിച്ചിട്ട് പറയാം. ഒരു 50 എന്ന നമ്പറിലേക്ക് തിരുവനന്തപുരം നഗരസഭ എത്തുമ്പോൾ എല്ലാവരും കൗതുകത്തോട് ചോദിക്കുന്ന ഒരു കാര്യം ആരായിരിക്കും മേയർ എന്നുള്ളതാണ്. അല്ല, അത് പാർട്ടിന്റെ ഒരു രീതി ഉണ്ടല്ലോ. അത് പാർട്ടി ഇരുന്ന് തീരുമാനിച്ചും ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും. ഞങ്ങളുടെ പാർട്ടിയിൽ അത് നാഷണൽ പാർട്ടിയിൽ ഒരു രീതിയുണ്ട്. അത് ആർക്കും ഒരു സ്പെക്കുലേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വികസിത അനന്തപുരി എന്ന BJPയുടെ വികസന സങ്കല്പങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഐതിഹാസികമായ വിജയം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നത്. അതെ, നമുക്ക് വീണ്ടും അബ്ദുള്ള കുട്ടിയുടെ വാക്കുകളിലേക്ക് പോകാം. ജനം TVയോട് അദ്ദേഹം പ്രതികരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ, വികസനത്തിൻ്റെ വിഷയങ്ങൾ. അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. ഇവിടെ LDFൻ്റെയും UDFൻ്റെയും തെറ്റായ നയങ്ങൾ കൊണ്ടാണ് കേരളം മുരടിച്ചു പോയത്. ഇതിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു പുതിയ ശക്തി, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു രാഷ്ട്രീയം, സംശുദ്ധമായ രാഷ്ട്രീയം കേരളം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടുകൂടി BJPയുടെ സീറ്റും അതുപോലെ തന്നെ വോട്ട് ഷെയറും നമുക്ക് നന്നായി കൂടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിജയം നല്ല സന്തോഷം. ഇത് ശരിക്കും പറഞ്ഞാൽ സത്യത്തിൻ്റെ വിജയമാണ്. പിന്നെ അതുപോലെ ജനങ്ങളുടെ വിജയമാണ്. എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരുടെയും വിജയമാണ്. വളരെ സന്തോഷമുണ്ട്. ഇനി നമ്മുടെ കൗൺസിലർ ചെയ്തതിൻ്റെ പിന്തുടർച്ച എല്ലാ ജനങ്ങളുടെ എല്ലാം കൂടെ, എല്ലാവരുടെയും കൂടെ ഞാനുണ്ടാവും. സിറ്റിംഗ് സീറ്റാണ്, അത് നിലനിർത്തുക എന്നുള്ള വലിയൊരു വെല്ലുവിളിയായിരുന്നില്ലേ? അതെ, വെല്ലുവിളി തന്നെയായിരുന്നു. സാക്ഷാത്കരിച്ചു.